മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിലെ അതിജീവിതരായ സ്ത്രീകൾക്ക് തൊഴിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുമായി മാതാ അമൃതാനന്ദമയി മഠത്തിന് കീഴിലുള്ള അമൃത വിശ്വവിദ്യാപീഠം 112 സ്ത്രീകൾക്കായി 6 മാസമായി വിവിധ തൊഴിലുകളിൽ പരിശീലനം നൽകുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ഇന്ന് വയനാട് മേപ്പാടി MSA ഓഡിറ്റോറിയത്തിൽ നടക്കും. അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലാണ് ദുരന്തത്തിന്റെ അതിജീവിതർക്ക് തൊഴിൽ പരിശീലനം നൽകിയത്. 87 പേർക്ക് തയ്യലിലും 25 പേർക്ക് കമ്പ്യൂട്ടർ പരിശീലനവും നൽകി. ഞങ്ങൾ 3 മാസം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾക്ക് ക്ലാസ് എടുത്തു. ഞങ്ങൾ കറക്റ്റായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് 3 മാസം സ്റ്റൈഫൻഡ് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാ സംവിധാനത്തോടു കൂടി മിഷനും കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് തന്ന് തുണി അടക്കം ഞങ്ങൾക്ക് തന്നിട്ടാണ് ഞങ്ങൾ ഈ ഒരു പരിശീലനം ഞങ്ങൾക്ക് അമൃതാനന്ദമയി മിഷൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായത്. ഒരു കൈത്തൊഴിലായിട്ട് പഠിച്ചതാണ്. ഞാൻ എൻ്റെ സ്വയം ആവശ്യത്തിനായിട്ട് പഠിച്ചതാണ്. ഇപ്പോൾ ഒരു കൈത്തൊഴിലായിട്ട് ചെയ്യാമെന്നുള്ള സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ചൂരൽമല മദ്രസ കേന്ദ്രീകരിച്ചും മേപ്പാടി മാതാ അമൃതാനന്ദമയി മഠം കേന്ദ്രീകരിച്ചുമായിരുന്നു പരിശീലനം. പരിശീലന കാലയളവിൽ സ്റ്റൈപ്പൻഡും നൽകിയിരുന്നു. അമൃത ആശുപത്രിയുടെ കീഴിലുള്ള ക്ലിനിക്കൽ സൈക്കോളജി വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗും സാധ്യമാക്കി. ഈ ട്രെയിനിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ പല മറ്റ് വിഷയങ്ങൾ, അതായത് ഹെൽത്തിനെ കുറിച്ചിട്ടും ബിസിനസ് എങ്ങനെ നടത്തണം, ഗ്രൂപ്പായിട്ട് എങ്ങനെ വർക്ക് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് അല്ലാത്ത വിഷയങ്ങളെ കുറിച്ചിട്ടുള്ള പരിശീലനവും ഇതിലൊപ്പം നമ്മൾ കൊടുക്കുകയുണ്ടായി. അമൃത ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ടീം, നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫാക്കൽറ്റിയും കുറച്ച് ഗ്രൂപ്പ് വന്നിട്ട് ഇവർക്ക് 1 വീക്ക് ഒരു കൗൺസിലിംഗ് സെഷൻസും ഇവർക്ക് കൊടുക്കുകയുണ്ടായി. തൊഴിൽ പരിശീലനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണ ചടങ്ങ് ഇന്ന് നടക്കും. വയനാട് ജില്ലാ കളക്ടർ DR മേഘശ്രീ, MLA T സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുക്കും. 24 വയനാട്. നല്ലൊരു ശ്രമമാണ് എന്തായാലും ഈ അമൃതാനന്ദമയി മഠത്തിന് കീഴിലുള്ള ഈ അമൃത വിദ്യാപീഠം ചെയ്ത്. കാര്യം 112 സ്ത്രീകൾക്ക് പരിശീലനം നൽകി അവർക്ക് തൊഴിൽ നേടാനുള്ള വഴി കണ്ടെത്തിയിരിക്കുന്നു. എന്തായാലും താങ്ക് യു.